ഹലോ എവ്രി വൺ, ലവ്ലി റണ്ണറിൻ്റെ 7ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 7ാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ ഇംസോള് ബസ്സിലിരുന്ന് ഉറങ്ങുകയാണ്. സുഞ്ച പിന്നിലുണ്ട്. ഇവൾ ഉറങ്ങുന്നത് നോക്കി ഇങ്ങനെ കണ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ സ്റ്റോപ്പ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇറങ്ങാൻ, അവൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ സുഞ്ച അവൾ ഉറങ്ങട്ടെ, അപ്പോൾ എഴുന്നേറ്റിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി അവർ ഒരു ബസ് എൻഡ് ചെയ്യുന്നത് വരെ എത്തിട്ടോ, സ്റ്റോപ്പ് എൻഡ് ചെയ്യുന്നത് വരെ എത്തി. അപ്പോഴത്തേക്ക് അവൻ എഴുന്നേൽപ്പിക്കാൻ നിന്നപ്പോഴത്തേക്കും അവൻ്റെ ബാഗിൽ നിന്ന് ഒരു സാധനങ്ങൾ പോയപ്പം അതെടുക്കാൻ നിന്ന ടൈമിൽ ഇവിടെ ഇറങ്ങിപ്പോയി. പക്ഷേ ഇവിടെ ഇറങ്ങുന്നത് അവൻ കണ്ടില്ല. അവൻ നെക്സ്റ്റ് സ്റ്റോപ്പിൽ പിന്നെ ഇറങ്ങേണ്ടി വന്നു. അപ്പം ഇവൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മേനെ വിളിക്കാൻ നിൽക്കുമ്പോൾ ഒരു ടാക്സി വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ആ ടാക്സിയിൽ കയറി പോകാമല്ലോ വെച്ച് നോക്കുമ്പോൾ ആ ടാക്സിയിലാണെന്നുണ്ടെങ്കിൽ നിറയെ കയറും കത്തിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് അവളതിൽ കയറിയില്ല. അപ്പം ഞാനില്ല, അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ ഡ്രൈവറെ അടുത്ത്. പിന്നെ ആ ഡ്രൈവർ ഇവളെ ഫോളോ ചെയ്ത് വന്നിട്ട് ഇയാളെ ഡിക്കിലിട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് സുഞ്ചിയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് എന്നൊന്നും അറിയാതെ വെയിറ്റ് ചെയ്യുക. ബസ്സിൽ പോയോ ഒന്നും അറിയില്ല. ഇവൾ പിന്നെ ബോധം തെളിഞ്ഞ് നോക്കുമ്പോൾ ഇവളെ കാറിൽ കിടക്കുകയാണ്. കാറിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റിട്ട് കത്തി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ കത്തി വെച്ചിട്ട് അവളെ കയ്യിലത്തെ കയറ് അവൾ അറുത്തിട്ട് ഇറങ്ങി ഓടുന്നൊരു സീനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സുഞ്ചിയാണെന്നുണ്ടെങ്കിലാണ് ഇവളെ വെയിറ്റ് ചെയ്തിട്ട് ഇവളെ കാണുന്നുമില്ല. അവളെ നോക്കുന്നുണ്ട്, എവിടെ ബസ്സിൽ കയറിപ്പോയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവൻ മെല്ലെ ഇങ്ങനെ നടന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവളെ കണ്ടില്ല. ഓക്കെ, ഫൈനലി ഇവൾ രക്ഷപ്പെട്ട് ഇവൾ ഓടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തട്ടിക്കൊണ്ടുപോയ ആളുണ്ടല്ലോ, ഇത് കാണുന്നുണ്ട്, ഇയാൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഫോളോ ചെയ്തിട്ട് ഇവൾ വന്നിട്ട് ഇവളാണെങ്കിൽ നന്നായി ഓടുന്നുണ്ട്. ഈ കാറാണെന്നുണ്ടെങ്കിൽ ഇവൾ ഇടിക്കാൻ വേണ്ടി ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോൾ ഫൈനലി ഇവൾ എന്ത് ചെയ്യും, ഓടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സിഞ്ചിനെ കാണുന്നുണ്ട്. അപ്പോൾ സിഞ്ചിനെ കാണുമ്പോൾ സിഞ്ചിനെ കാണുമ്പോൾ ഇവൾ സ്ലോ ആക്കും. കാരണം അറിയുന്ന ഒരാളെ കണ്ടല്ലോ എന്നുള്ളൊരു ഫീലിൽ ആ ഒരു സമയത്ത് വന്നിട്ട് നമ്മൾ ഈ ഡ്രൈവർ വന്നിട്ട് ഇടിച്ചിട്ട് ഇവൾ താഴത്തോട്ട് പോകും. ഈ ഡ്രൈവറെ സുഞ്ചി നന്നായി കാണുന്നുണ്ട്. സുഞ്ചിയും ഇവളെ പിന്നാലെ തന്നെ എടുത്ത് ചാടും. എന്നിട്ട് ഫൈനലി ഒരു കരക്കിൽ അവൾ എത്തിക്കും. അപ്പോഴത്തേക്കും അവൾക്ക് നല്ല ബ്ലീഡിങ് ആയിട്ടുണ്ട്. അവൻ്റെ ഷർട്ടൊക്കെ ഊരിയിട്ട് അവൾക്ക് കവർ ചെയ്ത് കൊടുക്കും. ആ സമയത്ത് നമ്മൾ ഈ ഡ്രൈവർ എന്ത് ചെയ്യും, സുഞ്ചിനെ വന്നിട്ട് അടിക്കും. അവർ തമ്മിൽ അവിടെ അടി കൂടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ ആ വഴിയിൽ നമ്മൾ പോലീസ് വരുമ്പോൾ എന്താണ്, സുഞ്ചയെ ഇവനെ പിടിച്ചു വെക്കും. അതായത് നമ്മുടെ ഈ തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പറെ പിടിച്ചു വെച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഫൈനലി സുഞ്ചയെ നമ്മളെ ഇംസോളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടേക്ക് അവളുടെ അമ്മയും ബ്രദറൊക്കെ വരും. ഇവനാണെന്നുണ്ടെങ്കിൽ വെളിയിലിരുന്നിട്ട് ഭയങ്കര കരച്ചിൽ. കാരണം എന്തോ ഭയങ്കര സങ്കടം കൊണ്ട് ഭയങ്കര കരച്ചിൽ. ഓക്കെ, ആ സീൻ അവിടെ എൻഡ് ചെയ്തു. പിന്നെ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. പിന്നെ 2008 ഇവൾ ടൈം ട്രാവൽ ചെയ്ത് വന്ന് ഇതാണ് കാണിക്കുന്നത്. അപ്പം കഴിഞ്ഞ സീനിലും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ, ഒരു ടാക്സി ഇങ്ങനെ നിന്നു, അവളെ തട്ടിക്കൊണ്ടുപോയ രംഗത്തായിരുന്നു നിന്നത്. ഓക്കെ, അപ്പം സെയിം ആൾ തന്നെയായിരുന്നു തട്ടിക്കൊണ്ടുപോയി. നമ്മുടെ ടാക്സിയിൽ ഇവളെ കൊണ്ടുപോയി. നമ്മുടെ സുഞ്ചിയും അതുപോലെ തന്നെ ഒപ്പായും റൂമിലോട്ട് വന്ന് നോക്കുമ്പോഴൊന്നും വീട്ടിലൊന്നും അവളുണ്ടാവില്ല. പിന്നെ അവനിങ്ങനെ ആലോചിക്കുക, ഇതിപ്പോൾ എവിടെ പോയി. ഒപ്പാനോട് ചോദിക്കും, എവിടെയാണ്, അവൾക്ക് മുന്നേ എവിടെയും പോയിട്ടുണ്ടോ, ഇങ്ങോട്ട് ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, അവൾ കാർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ മുന്നേ അവൾക്ക് ഒരു സ്ഥലത്ത് വെച്ചെന്നൊക്കെ അങ്ങനെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളിങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ ഓരോന്ന് റീകളക്ട് ചെയ്യും. എന്നിട്ട് റീകളക്ട് ചെയ്തിട്ട് ആ ബ്രിഡ്ജ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ, മുന്നേ പാസ്റ്റിൽ ആക്സിഡൻറ്റ് ഉണ്ടായ സ്ഥലത്തേക്ക് തന്നെ ഇവരെത്തും. സുഞ്ചെ എത്തുന്നുണ്ട് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എവിടെയും കാണുന്നുണ്ടാവില്ല. ഈ സെയിം സമയത്ത് തന്നെ ഈ കാറ് ആ ഗോഡൗണിലോട്ട് പോകും. ഇവൾക്കറിയാം ഇവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇവൾ മെല്ലെ എഴുന്നേറ്റിട്ട് സീന് റീകളക്ട് ചെയ്തിട്ട് ആ കത്തി താഴെ ഉണ്ടായിരിക്കും. ആ കത്തി കൊണ്ട് ഇതാക്കും, കയ്യിൽ കെട്ടിയിരിക്കുന്ന കയറ് അൺടൈ ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കാറിൽ നിന്ന് ഇറങ്ങി ഓടും. അപ്പോൾ ഓടുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, കാറിൻ്റെ കീയും കൂടി കയ്യിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ അവന് കാറിൽ ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് അവളുടെ മെമ്മറി പോയത്. അപ്പോൾ ഓക്കെ, ആ കീയും കൊണ്ട് അവൾ ഓടും. ആ ഓടുന്ന സമയത്ത് ഇവൻ മനസ്സിലാക്കുന്നത് അവൾ മിസ്സായി, കാറിൽ കീയും അവൾ എടുത്ത് ഓടിയിട്ടുണ്ട്. പക്ഷേ അവനൊരു വാൻ എടുത്തിട്ട് അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സമയം നമ്മുടെ സുഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ടാക്സി വിളിച്ച് ആ സ്ഥലത്ത് എത്തിയിട്ട് അവൾ അവിടെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയും കാണുന്നില്ല. ഓക്കെ, പിന്നെ ഫൈനലി അവൾ ഓടി വരുന്നത് കാണും. ഈ ഒരു വാനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിഡ്നാപ്പർ ഇവളെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം ഓടുന്നുണ്ട്. അതായത് റോഡ് മുറിച്ച് കിടന്നിട്ടും അതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇവൾ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജിലെത്തുമ്പോൾ സുഞ്ചിനെ കാണും എന്നൊക്കെ ഇവൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ സുഞ്ചി കാണുന്നുണ്ട് ഇവളിങ്ങനെ ഓടി വരുന്നത്. കാരണം ഒരു കാറ് പിന്നാലെ വരുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ ഓടുന്നുണ്ട്, ജീവൻ കൊണ്ട് ഓടുകയാണ്. അപ്പോൾ സുഞ്ചിയും വരും. ആ സമയത്ത് അപ്പം വേറൊരു കാറ് മുന്നിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് വന്ന് നിൽക്കും. അത് വേറെ ആരുമില്ല, നമ്മുടെ ഡിറ്റക്റ്റീവ് ആയിരിക്കും.
കൃത്യസമയത്ത് തന്നെ അവൾക്ക് എന്താ ടൈം ട്രാവൽ ചെയ്തിട്ട് അവളുടെ ഫ്യൂച്ചറിലോട്ട് എത്തും. കാരണം ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്തു. അപ്പോൾ അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ല. സോ അവൾക്ക് കാലിനൊരു കുഴപ്പമില്ല. ഇപ്പോൾ അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൾ എവിടെയാണെന്നറിയോ, ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾ ശരിക്കും വിചാരിക്കും അവളിനി ഇതിലും പിൻകാലത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും, പഴയ കാലത്തോട്ട് പോയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കട്ടോ. പിന്നെ അവൾക്ക് കാരണം ടൈം ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവളിങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡയലോഗ് പറയണതിൻ്റെ ഇടയിൽ നിൽക്കുമായിരിക്കും. ഇപ്പോൾ അവൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ മുന്നൊരു ഷോപ്പിൽ എല്ലാവരും ഇതിൽ ഇൻ്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ അവൾക്ക് കിട്ടി. കാരണം ഫിലിം ഡയറക്ടർ ആവണം എന്നാണല്ലോ അവളുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അവൾ അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ അവൾക്ക് മനസ്സിലാകും എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളെ അന്വേഷിക്കും സുഞ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ സുഞ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല, സുഞ്ചയെ മരിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ സുഞ്ചയ് ഹാപ്പിയാണ്, അപ്പോൾ ഇവളും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പോരും. അവളുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ സുഞ്ചൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയാണ് അവൾ ആലോചിക്കുന്നത് അവർ ജാനുവരി 1 അത് 2023 ഒരു ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അവരൊന്നിച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവർ രണ്ടുപേരും കൂടെ ഒരു മണ്ണിൻ്റെ ഉള്ളിൽ ഡിഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗിഫ്റ്റ്. അത് 2023 തുറക്കാമെന്നായിരുന്നു ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പോൾ അവൾ ആ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് ലേറ്റ് ആവും, 12:30 ആവും. പക്ഷേ അവിടെ അവനെ കാണാനുണ്ടാവില്ല. അവൾ ആ ഗിഫ്റ്റ് വെച്ച സ്ഥലം പോയി നോക്കുമ്പോൾ അവിടെ ട്രീയും ഉണ്ടാവില്ല, ആ സ്ഥലം മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൾ വിചാരിക്കും ഓക്കെ ഇല്ല, കണ്ടിട്ടുണ്ടാവില്ല, അവനെടുത്തിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പിന്നെ അവൻ സുഞ്ച താമസിക്കുന്നിടത്ത് വന്ന് നോക്കും. താങ്ക് യു സുഞ്ച, ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിന് നന്ദി, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയും. സുഞ്ചയാണെന്നുണ്ടെങ്കിൽ സുഞ്ചൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ എത്തി, നേരെ ബാത്റൂമിലോട്ട് പോയി. അപ്പോൾ അവിടെ ആരും കുളിക്കുന്നുണ്ട്, വേറെ ആരും അല്ല കുളിക്കുന്നത്, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് അവൻ പറയുന്നുണ്ട് നിനക്ക് എൻ്റെ ബാത്ത് ടബിൽ മാത്രമാണോ കുളിക്കാന്നുള്ളത്, നിനക്ക് നിൻ്റെ വീട്ടിൽ പോയി കുളിച്ചൂടെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും എനിക്ക് നിൻ്റെ ബാത്ത് ടബാണ് എൻ്റെ ടൈപ്പ്, എനിക്ക് ഇവിടെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറയേ. ഓക്കെ, അപ്പം ഇവളിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ സുഞ്ചൻ്റെ വീടിൻ്റെ വെളിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം സുഞ്ചൻ്റെ എപ്പോഴും ഒരു സ്റ്റാക്കറുണ്ട്, അതായത് എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നൊരു പെൺകുട്ടിയുണ്ട്. വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. ആ പെൺകുട്ടിയാണ് ഇവളെ തെറ്റിദ്ധരിച്ചിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോകും. പോലീസ് പിടിച്ചുകൊണ്ടിട്ട് പറയും നീയല്ലേ ഫീമെയിൽ സ്റ്റോക്കർ, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണത്, സുഞ്ച ശരിക്കും നിനക്ക് കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇത് സുഞ്ചൻ്റെ ഡ്രൈവറായിരിക്കും, സുഞ്ചൻ്റെ ഡ്രൈവറും മാനേജറും ഒക്കെ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് മനസ്സിലാകും ശരിക്കും ഇംസോളാണ് ഫോളോ ചെയ്ത് വന്നത്. അവൾ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ, ഇംസോളാണ് ഫോളോ ചെയ്തത്. അത് അവൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, ആ കമ്പനി നിനക്ക് കോൺട്രാക്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു പുതിയൊരു ഫിലിമിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടായിരിക്കും മേ ബി അവളിങ്ങനെ ഫോളോ ചെയ്യണമെന്നൊക്കെ അവർ വിചാരിക്കുകയും ശരിക്കും അവളല്ല ഫോളോ ചെയ്യുന്നത്, വേറെ ഇതൊരു കുട്ടിയാണ്. പക്ഷേ ഇവർ തെറ്റിദ്ധരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അവൾ ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഊരിപ്പോരും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഇവളിങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് കേട്ടോ, ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതും എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവൾ പിന്നെ അന്ന് രാത്രി കിടന്നുറങ്ങും. പിറ്റേന്ന് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഗ്രാൻഡ് അതുപോലെ ഇങ്ങനെ മുഖത്ത് ചിത്രമൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ടായിരിക്കും. അതായത് പണ്ട് കാണിച്ച പോലെ തന്നെ കേട്ടോ, അതുപോലെ തന്നെ എത്തി. എന്നിട്ട് അവൾക്ക് അപ്പോൾ നീറ്റ് നോക്കുമ്പോൾ അവൾക്ക് കുഴപ്പമില്ല, അവൾക്ക് കാലുണ്ട്, അവൾ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്, സ്വന്തമായിട്ട് കാറുണ്ട്. അപ്പം അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, അമ്മേ എന്നെ അന്ന് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഒരാൾ ഇടിക്കാൻ വന്നില്ല, അയാളിപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മ പറയും അയാളെ പോലീസ് കൊണ്ടുപോയി അറസ്റ്റിലാക്കിയല്ലോ. പിന്നെ അമ്മനെ വിചാരിക്കുന്നുണ്ട്, കാരണം ആക്ച്വലി ഇവൾക്ക് ആ കാര്യം പറയുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവളുടെ കമ്പനിയിലെത്തും. അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് അവളിങ്ങനെ എല്ലാവരെയും സിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സീറ്റിലൊക്കെ വന്നിരിക്കും. ആ സമയത്ത് അവളുടെ മാനേജർ വിളിക്കും, ബോസ് വിളിക്കും. നീ എന്താ ഇന്നലെ അവിടെ പോയി കാണിച്ച് സുഞ്ചൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയോ, എന്നെ പോലീസ് പിടിച്ച് കൊണ്ടുപോയില്ലേ എന്നൊക്കെ ചോദിക്കേ. അപ്പോൾ ശരിക്കും ഞാനല്ല, അത് വേറെ മിസ്റ്റേക്കായിട്ട് എന്നെ പിടിച്ചുകൊണ്ടത്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ് അവിടെ എന്നൊക്കെ പറയുവേ. അപ്പോൾ ഓക്കെ എന്തായാലും സുഞ്ചനെ നേരിട്ട് കണ്ടിട്ട് നീ എന്നെ പറ എന്നൊക്കെ പറയും. അപ്പോൾ അവൾ പറയും സുഞ്ചനെ നേരിട്ട് കാണണം. ഓക്കെ, അപ്പോൾ സുഞ്ചനെ കാണാൻ വേണ്ടിയിട്ട് അവർ ഹോട്ടലിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ അവളിങ്ങനെ ആലോചിക്കുകയാണ്, മെമ്മറി അവൻ വന്ന് എന്നെ ഓർമ്മ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അവൾക്കൊരു കോൾ വരും, വേറെ ആവില്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് അപ്പം ഡെലിവറിക്ക് പോവുകയാണ്. വേറെ ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇവളെ വിളിച്ചിട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇവളെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയണം. അപ്പോൾ ഇവൾ ഓടി പോകുന്ന തിരക്കിൽ ഒരു സാധനം തട്ടിയിട്ട് സുഞ്ച എത്തിയിട്ടുണ്ടായിരിക്കും, സുഞ്ചേനെ വെള്ളത്തിലോട്ട് വീഴ്ത്തിയിട്ടു.
സുഞ്ച വെള്ളത്തിലോട്ട് വീഴും. പക്ഷേ സുഞ്ചയാണെന്ന് ഇവൾക്ക് അറിയില്ലായിരുന്നു. ഇവൾ ആ ഫ്രണ്ട് വിളിച്ച് പ്രഗ്നൻ്റാണ്, ഓടി ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് എത്തണം. ആ ഒരു തത്രപ്പാടിൽ ഓടുന്ന സമയത്ത് സുഞ്ചനെ തട്ടി വെള്ളത്തിലോട്ട് ഇടുകയാണ്. ആക്ച്വലി അവൾക്ക് സുഞ്ചയെന്ന് അറിയില്ല. ഓക്കെ, എന്നിട്ട് അവൾ സുഞ്ചൻ്റെ ഡ്രൈവർ പറഞ്ഞു, നീ എന്ത് പണിയായി കാണിച്ചത്, നീ ആ സ്റ്റോക്കറല്ലേ, സുഞ്ചനെ വെള്ളത്തിലിടുകയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞില്ല, നീ എന്ത് പണിയാണ് നീ കാണിച്ചതെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവൾ പറയും, എനിക്കിപ്പോൾ ടൈമില്ല, നീ എന്തായാലും നെയിം കാർഡ് വെച്ചോ, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞോ, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോരും. എന്നിട്ട് അപ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ ഇവൾ ഹോസ്പിറ്റലിലെത്തിയപ്പോഴത്തേക്കിന് ഇവിടെ ഫ്രണ്ടിന് പെയിനായിട്ട് ഇവളെ മുടിക്ക് പിടിച്ചിട്ട് വലിച്ചിട്ട്, എവിടെയാണ് നിൻ്റെ ഒപ്പ, നിൻ്റെ ഹസ്ബൻഡ് എവിടെയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കിന് അവളും അന്തം വിടും. ഹസ്ബൻഡിൻ്റെ മുന്നൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരിക്കും, അതായത് ഇവരുടെ സെക്കൻഡ് ചൈൽഡാണ് ഇപ്പോൾ ബോൺ ചെയ്യാൻ നിൽക്കുന്നത്, മുന്നൊരു കുട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ അവൾ അന്തം വിടും, 2 കുട്ടികളോ, ഇതൊക്കെ എപ്പോൾ വേണം. അവൾക്ക് ടൈം ട്രാവൽ ചെയ്ത് വരുന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുക. എന്നിട്ടിങ്ങനെ അവൾ അവളുടെ വർക്ക് കൊളീഗിനെ വിളിക്കും, എന്തായി അവിടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കൊളീഗ് പറയും, കുഴപ്പമൊന്നുമില്ല, സുഞ്ച വന്നിട്ടില്ല, സുഞ്ചയ്ക്ക് ഒരു ആക്സിഡൻ്റ് ആയെന്നൊക്കെയാണ് പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല, ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് മിസ്സാക്കിയതായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ ആക്ച്വലി ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇവൾ കോസ് ചെയ്ത് തന്നെയാണ്, ഇവൾ വെള്ളത്തിൽ തള്ളിയിട്ടതായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഡ്രൈവർ ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും ഡ്രസ്സിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സുഞ്ചി എങ്ങനെ പറയും, അയ്യോ ഈ ഡ്രൈവറെ അടുത്ത് ഒരു തമാശ പോലും പറയാൻ പറ്റില്ല, ഈ ഡ്രസ്സിൻ്റെ വിലയൊക്കെ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അവൾ പറയും, ഇത്രയൊക്കെ ഡ്രസ്സ് നിങ്ങൾ ഇട്ടിട്ടുണ്ട്, ഇത്രയൊക്കെ വിലേൻ്റെ കോസ്റ്റ്യൂമാണോ നിങ്ങൾ ഇടുന്നത്, നിങ്ങൾ ശരിക്കും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ എന്നൊക്കെ ഇങ്ങനെ സുഞ്ചേൻ്റെ അടുത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്യേ. സുഞ്ചേൻ്റെ ആക്ച്വലി സുഞ്ചേൻ്റെ ഫോണിലല്ല, സുഞ്ചേൻ്റെ ഡ്രൈവർ ഫോണിലായിരുന്നു കേട്ടോ അത്. അപ്പോൾ സുഞ്ചയും പറയും, ശരിക്കും ഞാൻ ഈ വിലേൻ്റെ ഡ്രസ്സൊക്കെ ആണ്, പക്ഷേ നിൻ്റെ അടുത്ത് ഞാനിപ്പോൾ എന്തിനാ അത് ബോധിപ്പിക്കേണ്ട ആവശ്യം, നീ അതിനെപ്പറ്റി വിട്ടുകള, നീ പൈസ ഒന്നും തരണ്ടെന്നൊക്കെ പറയും. ഓക്കെ, ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംസോണിൻ്റെ ബ്രദറിനും അതുപോലെ തന്നെ ഫ്രണ്ടിനും കുട്ടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇവരെ സുഞ്ചേൻ്റെ ഒക്കെ ബാനർ വെച്ചിട്ടുണ്ടായിരിക്കും, ഇത്ര 1 മില്യണൊക്കെ ഡൊണേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബ്രദർ ഇങ്ങനെ ചോദിക്കേണ്ടത്, നീ ശരിക്കും ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അവൻ്റെ അടുത്ത് കോൺടാക്റ്റ് വിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആക്ച്വലി ആ ഇൻസിഡൻറ്റ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആക്സിഡൻറ്റ് ആവണതിന് തൊട്ട് മുന്നേ ഒരു ഡിറ്റക്റ്റീവും ഇവനും കൂടി വന്ന് ഇവിടെ രക്ഷിക്കുമല്ലോ. അപ്പോൾ ഇവൾ ടൈം ട്രാവൽ ചെയ്ത് പോരില്ലേ, ആ ടൈമിൽ ഇവൾക്ക് ശരിക്കും അവളുടെ മെമ്മറി നഷ്ടപ്പെടുന്നുണ്ട്, പിന്നെ പഴയ ഇംസോൾ തന്നെ ആവുന്നുണ്ട്. അപ്പോൾ ഇംസോൾ ചോദിക്കുന്നത്, ഞാനിപ്പോൾ എവിടെയാണ്, നീ ആരാന്നൊക്കെ സുഞ്ചേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും നമ്മുടെ സുഞ്ചേൻ്റെ വീട്ടിലിങ്ങനെ പോയി നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വെളിയിൽ സുഞ്ചേനെ പറ്റിയിട്ടുള്ള ഓരോ ഇൻസിഡൻസും സുഞ്ച ഓരോന്ന് കാണിക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. സെയിം സുഞ്ചയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ്, ഇംസോളിൻ്റെ ഫോട്ടോയും ഇംസോളിനെ പറ്റിയുള്ള മെമ്മറി ഒന്നും ഇപ്പോഴും വിട്ടിട്ടില്ല, ഇപ്പോഴും ആലോചിച്ച് നിൽക്കുക, ഫോട്ടോസൊക്കെ ഇപ്പോഴും നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, പിറ്റേ ദിവസം ഇവിടെ എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോൾ ഒരു കോള് വരുന്നുണ്ട്. കോള് വേറെ ഒന്നുമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വെള്ളത്തിലോട്ട് തള്ളിയിട്ടല്ലോ. അപ്പം ഇവർ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു ഫീമെയിൽ സ്റ്റോക്കർ ഇവളാണെന്നാണ് ശരിക്കും വിചാരിക്കുന്നത്. അപ്പം സുഞ്ചേൻ്റെ അടുത്ത് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവൾ പറയും, ശരിക്കും ഞാൻ ആ സ്റ്റോക്കർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുക്കും. അപ്പം അന്ന് നടന്ന കൺസേർട്ട് ശരിക്കും ഇന്നാണ് നടക്കുന്നത്, പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇന്നാണ്. അപ്പം ആ കൺസേർട്ടിൻ്റെ അന്നാണല്ലോ ശരിക്കും ഇവർ മീറ്റ് ചെയ്യണതും, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്ന പോലെ മീറ്റ് ചെയ്യണതും, അതുപോലെ തന്നെ അവന് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതൊക്കെ. അപ്പം ആ കൺസേർട്ട് ഇന്നാണ്. അപ്പം ഇവൾക്ക് എങ്ങനെയും ആ കൺസേർട്ടിന് സുഞ്ചനെ മീറ്റ് ചെയ്യണം, സുഞ്ചൻ്റെ അടുത്ത് കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഞ്ചനെ മീറ്റ് ചെയ്യാൻ നോക്കും, പക്ഷെ പറ്റില്ല. ഡ്രൈവറുടെ അടുത്ത് കുറേ പറയും, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ. അപ്പോൾ ഡ്രൈവർ പറയും, പറ്റില്ല, സുഞ്ച കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കി ഞാൻ എൻ്റെ പേരും ഇതും കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബൊക്കയും കൊടുക്കും. ഇംസോൾ എന്ന് പറഞ്ഞാൽ മതി, സുഞ്ചയ്ക്ക് മനസ്സിലാവും എന്നൊക്കെ പറയും. ഇവനത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ നമ്മുടെ ഇംസോൾ സുഞ്ചേൻ്റെ പാട്ടൊക്കെ മുന്നത്തെ പോലെ തന്നെ വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ കേൾക്കും. പക്ഷെ അത് അന്ന് നടന്ന കാര്യങ്ങളാട്ടോ. ആ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച പോലെ തന്നെ കൺസേർട്ട് നടക്കുന്നുണ്ട്, ഇവൾ വെളിയിൽ നിന്നിട്ട് അതൊക്കെ കേൾക്കുന്നുണ്ട്. കൺസേർട്ട് കഴിഞ്ഞതിന് ശേഷം ഇവൾ പോരുമ്പോൾ പണ്ടുണ്ടായ പോലെ തന്നെ ഇവളുടെ ഫോണ് നിലത്ത് വീണ് ബ്രോക്ക് ആവുന്നുണ്ട്. ഓക്കെ, നിലത്ത് വീണ് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ പണ്ടുണ്ടായതൊക്കെ പിന്നെയും സൈക്കിളായിട്ട് വരും, അന്ന് ഞാൻ അവൻ മരിക്കുമോ എന്നൊക്കെ ഉള്ള ചിന്ത അവൾക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. സുഞ്ച പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എന്നെ വന്നു റൂമിൽ ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഇംസോളിൻ്റെ പേരും ഇതും കാണും. അപ്പോൾ ഇംസോളിനെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ ഓടിപ്പോകും. ഓക്കെ, അപ്പോൾ ഇംസോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അങ്ങനെ മീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവരെ ബ്രിഡ്ജിൽ മീറ്റ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ പഴയ ബ്രിഡ്ജിൽ തന്നെ അവൾ പോയി നിൽക്കും. ഓക്കെ, സുഞ്ചയാണെന്നുണ്ടെങ്കിൽ ഓടി ഇവളെ കാണാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തും. ഇവൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക സുഞ്ചനെ. പക്ഷെ മനസ്സിൽ സുഞ്ച വരരുത്, കാരണം സുഞ്ച വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ നടന്ന കാര്യം പിന്നെയും റിപ്പീറ്റ് ചെയ്യില്ലേ. പക്ഷെ സുഞ്ച വന്നിട്ട് ഇംസോളിൻ്റെ അടുത്ത് പറയും, ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്, ഒരു മാറ്റമില്ല, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളും പറയും, ഒരുപാട് കാലമായി,
അവൾക്ക് ഇന്നാണെന്നുണ്ടെങ്കിൽ അവനെ പുറത്ത് വിടരുത്. കാരണം ഇന്നാണ് അന്ന് നടക്കുന്ന ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, കൺസേർട്ടിൻ്റെ അന്ന്. സോ അവൾക്ക് എന്തായാലും ഇവനെ പുറത്ത് വിടാണ്ട് അവളോട് ഒപ്പം നിർത്തണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു എന്താ ദൃഢനിശ്ചയം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെയായിരുന്നു നമ്മുടെ 7th എപ്പിസോഡ് എൻഡ് ചെയ്തത്. അപ്പോൾ 8th എപ്പിസോഡ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എപ്പിസോഡാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത്. താങ്ക് യു.